എല്ലാവർക്കും നമസ്കാരം. സുനിൽ രാമൻ എന്നാണ് പേര്. Q8 ഗ്രൂപ്പ് 4 മെമ്പറാണ്. ജൂൺ 16 നമ്മളുടെ പ്രോഗ്രാമിന് ഓഫ്ലൈൻ മീറ്റിനുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇത്തവണ ഫ്രീഡം ഫിനിഷർ അവാർഡ് വാങ്ങിയിരുന്നു. സാറ് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നമ്മളതിൽ നിൽക്കുന്നത് എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ സാറ് ചോദിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അതിനൊരു മറുപടി, ഒന്ന് എൻ്റെ ഒരു ബേസിക് സ്കില്ല് റിലേഷൻഷിപ്പാണ്. പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടുക. അതേപോലെ തന്നെ സെയിൽസ് എൻ്റെ ഒരു പാഷനാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എൻ്റെ പാഷനാണ്. ഇതെല്ലാമാണ് ഞാൻ എൻ്റെ മൈക്രോ നിഷായ എൻ്റെ നിഷ് റിലേഷൻഷിപ്പാണ്. എൻ്റെ മൈക്രോ നിഷ് എനിയഗ്രാം എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സൈക്കോളജി ടൂള് എൻ്റെ മൈക്രോ നിഷായിട്ട് എടുക്കുകയും ഞാനതിനെ ഇനി വരുന്ന 10 വർഷത്തേക്ക് എൻ്റെ ടീമിനെ, എൻ്റെ കമ്മ്യൂൺ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാമിനെ ഞാൻ എടുക്കുകയും ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണത് ചെയ്യണമെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരുപാട് മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ആളാണ്. വളരെ നല്ല ഒരുപാട് അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അത് മറന്നുകൊണ്ടല്ല. പക്ഷേ ഒരുപാട് മോശപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിയഗ്രാം എന്ന നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ പെയിൻ പോയിൻ്റ്, അവരുടെ ഗ്രോത്ത് എന്താണ്, അവരുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഞാൻ ഉപയോഗിച്ച എനിയഗ്രാമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഏകദേശം 60ഓളം ക്ലാസ്സുകൾ ഞാൻ ഓർഗനൈസ് ചെയ്യുകയും ഏകദേശം ഒരു 20ഓളം ക്ലാസ്സുകൾ മാനേജ് ചെയ്യുകയും ചെയ്ത എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി ശ്രമിച്ചത് കാൽസോളിൽ വന്നതിന് ശേഷമാണ്. അതിൻ്റെ ലിമിറ്റേഷൻസിനെ ഇപ്പം ഞാൻ മറികടന്നിട്ടുണ്ട്. വളരെ നന്നായി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത്രയും നന്നായിട്ടൊന്നും ഞാൻ സംസാരിച്ചിരുന്നില്ല. ഓക്കെ, എനിയഗ്രാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 3 ടൈപ്പ്, ഒരു പേഴ്സണാലിറ്റിയുടെ 3 ടൈപ്പ് അവസ്ഥയെക്കുറിച്ചിട്ടാണ്. റെഡീംഡ് ആയിട്ടുള്ള അവസ്ഥ, അൺറെഡീംഡ് ആയിട്ടുള്ള അവസ്ഥ, ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥകളിലൊക്കെ നമ്മളുടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു തടസ്സത്തെ, അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന ഒരു ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ശ്രമിക്കുന്നത്. ഓരോ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ ക്യാരക്ടറും എങ്ങനെ പെരുമാറും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഞാനിതിൽ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾക്ക് ഒരാളെയും നന്നാക്കാനോ നശിപ്പിക്കാനോ നമ്മൾക്ക് പറ്റില്ല. പക്ഷേ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് പെരുമാറുന്ന സമയത്ത് നമ്മൾക്ക് അവരെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി നമ്മളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ വെച്ചിട്ട് അവൻ്റെ ഫ്യൂച്ചറിലേക്ക് ഏത് തരം ജോബിൽ അല്ലെങ്കിൽ ഏത് തരം കോഴ്സുകൾ പഠിക്കാൻ പറ്റുമെന്ന് ഒരു ടീച്ചറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ ബിസിനസ്സിലേക്ക് കയറി വരുന്ന ഒരു ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു ക്ലയൻറ്റ്, അത് റിയൽ ആയിട്ടുള്ള കസ്റ്റമറാണോ അല്ല ഗിമിക്സ് ആണോ, നമ്മളെ ഫേക്ക് ചെയ്യുന്ന കസ്റ്റമറാണോ എന്ന് നമുക്കറിയുകയും അതേപോലെ പ്രതികരിക്കാനോ അവരെ മാനേജ് ചെയ്യാനും പറ്റും. ഇപ്പോൾ പുതിയതായിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ ഒരിക്കൽ പോലും നമ്മൾക്ക് ജാതകത്തിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഹിന്ദു മാരേജ് പ്രകാരമൊക്കെ ആണെങ്കിൽ ആളുകൾ കൂടുതൽ നോക്കുന്നത് ജാതകം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. 10ൽ 10 പൊരുത്തമുള്ള ഒരുപാട് ആളുകളും 2-3 മാസത്തിനുള്ളിലോ 2-3 ദിവസത്തിനുള്ളോ ഡിവോഴ്സായി പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തായിരിക്കും? അവരുടെ ജാതക പൊരുത്തം ഇല്ലാത്തതുകൊണ്ടല്ല, മാനസികമായിട്ടുള്ള ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തം പല പേഴ്സണാലിറ്റിക്കും കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 എന്ന പേഴ്സണാലിറ്റി
അവർ വളരെ നല്ല പേഴ്സണാലിറ്റിയാണ്. ഒരു ഭാര്യ ആയിരിക്കാൻ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി 2 എന്നുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഈ പേഴ്സണാലിറ്റിയെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിയാഗ്രാം പോലുള്ള NLP പോലുള്ള ടൂളുകൾ പഠിക്കണം. അപ്പോൾ ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എനിയഗ്രാം. ആ എനിയഗ്രാമാണ് എൻ്റെ മൈക്രോനിഷ്. അതെൻ്റെ ഒരു പെയിൻ പോയിൻ്റ് ഞാൻ എടുത്തത്. എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കാരണമെന്ന് വിചാരിച്ചാൽ എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ഇതിലൂടെയെല്ലാം ഞാൻ പഠിച്ച പാഠങ്ങൾ, ഇതുകൊണ്ടാണ് ഞാനിതെടുത്തത്.